ആഗോള നിക്ഷേപക കേരള ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. വൻ പ്രഖ്യാപനങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. 26 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിനിധികളും സംരംഭകരുമാണ് ദ്വിദിന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എപ്പോഴാണ് സമാപന സമ്മേളനം? എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കേരളം പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഉച്ചകോടി നടക്കുമ്പോൾ അത് കേരളത്തിന്റെ വികസന ഭാവി തീരുമാനിക്കുന്ന 2 ദിവസങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം നിക്ഷേപകർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുമ്പോൾ കേരളം എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സമാപന ദിനത്തിൽ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് കേരള നിക്ഷേപ ആഗോള ഉച്ചകോടിയുടെ സമാപന ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ 26-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഈ ഉച്ചകോടിയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. എന്തായാലും ഇന്ന് ദിവസം കൂടുതൽ കണക്കുകൾ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ആ കണക്ക്, നിക്ഷേപവുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിടും. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ നിക്ഷേപ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് തന്നെയായിരുന്നു. 30,000 കോടി രൂപയുടെ നിക്ഷേപ നമ്മുടെ നാട്ടിലേക്ക് നടത്തും എന്നുള്ളതായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനം. അതും കരൺ അദാനി തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും ലോജിസ്റ്റിക്സ് ഒക്കെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് 20,000 കോടി രൂപയുടെ നിക്ഷേപം, അധിക നിക്ഷേപം നടത്തുമെന്നായിരുന്നു അവർ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ കൊച്ചിയിൽ 5,000 കോടി രൂപയുടെ ഇ-കൊമേഴ്സ് ഹബ്ബ് സ്ഥാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടി രൂപ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആസ്റ്റർ ഗ്രൂപ്പായിരുന്നു. ആസ്റ്റർ ഗ്രൂപ്പ് 850 കോടി രൂപയുടെ നിക്ഷേപം ആരോഗ്യ രംഗത്തേക്ക് നമ്മുടെ നാട്ടിൽ നടത്തും എന്ന് തന്നെയായിരുന്നു ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടായത്. ആസാദ് മൂപ്പൻ തന്നെയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയത്. 850 കോടി രൂപ ഈ ആസ്റ്റർ ഗ്രൂപ്പ് നടത്തും. ഒപ്പം തന്നെ ഈ മെഡിക്കൽ രംഗത്ത് തന്നെ തെലങ്കാനയിൽ നിന്നുള്ള കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവർ 3,000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്നലെ തന്നെ ഉണ്ടായിരുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് നമ്മൾ. രാജ്യത്തു നിന്നുള്ള നിക്ഷേപങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ചും UAE പോലെയുള്ള രാജ്യങ്ങൾ, അവർ ആദ്യമേ തന്നെ നമ്മുടെ മന്ത്രിമാരോടെല്ലാം അവർ വാഗ്ദാനം നൽകിയിരുന്നു. അതായത് ലോജിസ്റ്റിക്സിലും ഒപ്പം തന്നെ മറ്റ് ആരോഗ്യ രംഗങ്ങളിലുമെല്ലാം നിക്ഷേപം നടത്താൻ UAE പോലെയുള്ള രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം അവർ, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അവർ ആദ്യ ഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുൻപ് പല ഉച്ചകോടികളും നടന്നിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു ഉച്ചകോടിയായി തന്നെ മാറും എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ നടത്തിപ്പാണ്. ഇവിടെ വരുന്ന വിദേശ പ്രതിനിധികൾ അടക്കം ആശ്ചര്യത്തിലാകുന്നുണ്ട്. കാരണം കൃത്യമായ ഒരു നടത്തിപ്പ് 3 സെക്ടറുകളിലായി നടക്കുമ്പോൾ ഒരു ഭാഗത്ത് വിദേശ നിക്ഷേപകരെ ആണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ മറ്റൊന്ന് നമ്മുടെ നാട്ടിലുള്ള നിക്ഷേപകരെ അടക്കം ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നു പോകുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ സംഗമത്തിനായി എത്തിയിരിക്കുന്ന അവരുടെ എല്ലാം പ്രത്യേകതകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇന്ന് വരെ ഈ ഉച്ചകോടികളിലൊന്നും കണ്ടതുപോലെയല്ല കൃത്യമായ ഒരു നടത്തിപ്പ്. മനോജ് എങ്ങനെയുണ്ട് ഈ ഒരു ഉച്ചകോടി? നമുക്ക് വലിയ പ്രതീക്ഷയല്ലേ? അല്ല, കേരളം രക്ഷപ്പെടില്ല എന്ന് പല സിനിക്കുകളും പറയുന്നുണ്ട്. പക്ഷേ കേരളം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ ചിത്രമാണ് കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന സമ്മേളനവും അത് കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ സെഷനുകളും കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ ഇന്നലെ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി അദാനി ഗ്രൂപ്പിൻ്റെയും ഒപ്പം തന്നെ ആസ്റ്റർ ഗ്രൂപ്പിൻ്റെയൊക്കെ. വിദേശത്ത് നിന്ന് UAE പോലെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ പറയുന്നു ലോജിസ്റ്റിക്സിലേക്കും ഒപ്പം തന്നെ ആരോഗ്യ രംഗത്തേക്കൊക്കെ നിക്ഷേപം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അത്തരം നിക്ഷേപങ്ങൾ ഇന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാമല്ലേ? അതിനുള്ള ഓപ്പണിംഗ് ആണല്ലോ ഇവിടെ. യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പങ്കാളിത്തം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ പങ്കാളിത്തം അനുസരിച്ച് ഇപ്പോൾ ഇതാ 3 സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ തയ്യാറായിട്ട് വരികയാണ്. അവർക്കുള്ള ഫെസിലിറ്റേഷൻ അത് വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കുമെന്നതിൽ ഉറപ്പാണ് ഈ
ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ ഉണ്ടാകും. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ നാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് ഇതൊരു തുടക്കമാകും. ആ തുടക്കം ഇവിടെ അതായത് ആ തുടക്കം ഈ ബോൾഗാട്ടി പാലസിലെ ഹയാത്ത് ഹോട്ടലിൽ അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെലിഗേറ്റ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഉച്ചകോടി? വലിയ പ്രതീക്ഷയാണോ നൽകുന്നത്? തീർച്ചയായും ഉച്ചകോടി വളരെ നല്ല പ്രതീക്ഷയാണ്. ഇന്നലെ തന്നെ വന്നിരിക്കുന്ന ആൾക്കാർ വളരെ പ്രത്യാശയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു വലിയ മാറ്റം വരണം, വ്യവസായ സാമ്രാജ്യമാകണം എന്ന ആൾക്കാർക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ക്യാപിറ്റൽ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അത് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ടുള്ള, അതൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആക്കിയെടുക്കാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ സമീപനമാണ്, സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും. പക്ഷേ ഉദ്യോഗസ്ഥരിൽ ചിലർ മാത്രം ഈ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇത് എൻ്റെ ബിസിനസ്സോ നിൻ്റെ ബിസിനസ്സോ എന്ന് പറയുന്നതിന് പകരം വരുന്നതൊക്കെ രാജ്യത്തിൻ്റെ ബിസിനസ്സാണ്, സ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണെന്ന് കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണം. കാരണം ബിസിനസ്സുകാരന് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, നാട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, ഉദ്യോഗസ്ഥർ സപ്പോർട്ടില്ല. അപ്പോൾ റെഗുലേറ്റേഴ്സും കൂടെ ചവിട്ടിക്കഴിഞ്ഞാലോ? പക്ഷേ ഓൺ ദ ഹോൾ കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ബഹുദൂരം നമ്മൾ മുന്നേ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ സ്പീഡ് പോരാ. എങ്ങനെയുണ്ട് വിജു, യുവ സംരംഭകരൊക്കെ എന്നുള്ള നിലയിലൊക്കെ നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായും വലിയൊരു മാറ്റമുണ്ട് ഇവിടെ. ഇനി സർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു മാറ്റം മാനസിക നിലവാരത്തിലുണ്ടാവണം. ഓൺട്രപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. ആ ഒരു കാര്യത്തിൽ മെജോറിറ്റി ആളുകൾക്കും ഒരു ചെറിയൊരു കുറവുണ്ട്. അതിന് നല്ല രീതിയിൽ 2 ദിവസമായിട്ട് നടക്കുന്ന ഉച്ചകോടിയിൽ വലിയ പ്രതീക്ഷയില്ല നൽകുന്നത്. 100% തീർച്ചയായും വലിയ പ്രതീക്ഷയുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ വിദേശികളുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് കിട്ടുന്നത്? ഇപ്പോഴും ചെറുതായിട്ട് കേരളത്തെക്കുറിച്ച് ഒരു സ്കെപ്റ്റിക്കലാണ്, പൂർണ്ണമായിട്ടും അങ്ങ് ആയിട്ടില്ല. പക്ഷേ അതൊരു 8-10 ബിസിനസ് ഹസിൽ ഫ്രീ ആയിട്ട് വളർന്ന് കാണണം. ഒറ്റപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങൾ കാണുന്നതിന് പകരം കുറച്ച് വളർന്ന് കാണും വരും. ഫണ്ടുണ്ട്, സാധ്യതയുണ്ട്. ഡോക്ടർ ജയരാജ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത് എങ്ങനെയാണ് വലിയ നേട്ടം ഈ ഉച്ചകോടിയോടുകൂടി ഉണ്ടാവും? വളരെ വലിയ നേട്ടങ്ങളുടെ സാധ്യതകൾ ഇവിടെ ഉണ്ട്. അതിനുള്ള മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ഒരു ഇച്ചിങ് അതെവിടേക്കോ ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുവിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ രീതിയിൽ വന്നാലും ശരി, കേരളത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബാലികറ മരയായിട്ടാണ് പലരുടെയും ഇപ്പോൾ അനുഭവത്തിൽ നിന്നും മറ്റു കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതോടുകൂടി അതിലൊരു മാറ്റം വരുന്നു, മാറ്റങ്ങൾ കാര്യമായിട്ട് വരുന്നുണ്ട്. ഇതൊരു വളരെ വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത്. കാര്യം കേരളം മാറുന്നു എന്ന് പറയുമ്പോൾ മലയാളികൾക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ രീതിയിലെ മാറ്റങ്ങൾ കാണുന്നൊരു, പക്ഷേ അത് പ്രാക്ടിക്കലി അങ്ങോട്ടായി വരുന്നില്ല. അതിനുള്ള ഒരു ഉന്തൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ്റെ ലെവലിലാണ് കൂടുതൽ വരേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതീക്ഷയോടെ തന്നെയാണ് ഉച്ചകോടിയെ കാണുന്നത്. മലയാളി പ്രതിനിധികളാണ് ഇപ്പോൾ സഹനോട് സംസാരിച്ചത്. അവരെല്ലാവരും പറയുന്നത് പുറത്തുനിന്ന് വരുന്ന സംരംഭകർ അവരിപ്പോഴും ഒരു ചെറിയ സംശയത്തോടെയാണ് കേരളത്തെ കാണുന്നത്. കേരളത്തിൽ നിക്ഷേപിക്കുന്നതിനെ അത്തരത്തിൽ ചെറിയ സംശയത്തോടെ ഇപ്പോഴും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞത്. അവർ തീർച്ചയായും വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം എന്ന് കരുതാം. കാരണം കേരളത്തിൻ്റെ വികസന ഭാവി നിർണ്ണയിക്കുന്ന ഉച്ചകോടി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഈ 2 ദിവസത്തെ ഉച്ചകോടി. അപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. സഹന ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.